ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് കോഴിക്കോട് വരെ ഒന്ന് പോവാണ്. അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതാ ഞങ്ങൾ ഡാമിൻ്റെ സൈഡിലെത്തിയപ്പോഴാണ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത്. ആ ഹയൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഇത്താത്തൊരു ഭാഗത്ത് ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഞങ്ങളിന്ന് രാവിലെ എണീറ്റ് പോകണമെന്ന് വിചാരിച്ചിട്ട് രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്ഷീണമാണ് ഇത്താത്ത കയറിയപ്പോൾ മുതൽ തീർത്തത്. ഞങ്ങൾ എന്തിനാണ് കോഴിക്കോട് പോകുന്നതെന്ന് വെച്ചാൽ ഉമ്മച്ചീൻ്റെ വീട് കോഴിക്കോടാണ്. അപ്പോൾ ഉമ്മച്ചീൻ്റെ ഏട്ടത്തിൻ്റെ മോളെ 40 കുളിയാണ്. അപ്പം അതിനു വേണ്ടി ഞങ്ങളെല്ലാവരും പോകുന്നതാണ്. ഉമ്മച്ചി 2 ദിവസം മുൻപേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ ഈ സൗണ്ട് ഓവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് നല്ല രീതിയിൽ ടയേർഡായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. സത്യത്തിൽ എനിക്ക് സൗണ്ട് ഇല്ല ഗൈസ്. അപ്പം ഞങ്ങൾ പോകുമ്പോൾ ചെറിയ ചെറിയ രീതിയിൽ മഴയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ചെറിയ മഴ ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളിതാ വൈത്തിരി എത്തിയിട്ടുണ്ട്. വൈത്തിരി ആണല്ലോ വയനാടിൻ്റെ മെയിൻ ഭാഗം എന്നൊക്കെ പറയുന്നത്. കാരണം വയനാട് എന്നറിയുന്നത് തന്നെ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടാണ്. എന്നാൽ നമ്മുടെ ടൂറിസ്റ്റ് റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉള്ളത് വൈത്തിരിയിലുമാണ്. നമ്മൾക്കിങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാർക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റിയതുണ്ടായിരുന്നു. അപ്പം ഞാനതൊക്കെ ജസ്റ്റ് ഒരു വീഡിയോ ഇങ്ങനെ എടുത്തതാണ്. ഇത് ടാൻസാനിയ പാർക്ക്. ഇത് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല രീതിയിൽ അറിയപ്പെടുന്നൊരു പാർക്കാണ്. അങ്ങനെ ഇതാ നമ്മുടെ ബോർഡറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ചുരത്തിലെത്തിയപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. മഴയുമില്ല, അതുപോലെ നല്ല വെയിലും ഇല്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ആ ആൾക്കാരൊക്കെ ഇങ്ങനെ കുരങ്ങൻ്റെ അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മഴയുടെ സമയമായതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിലൊക്കെ വെള്ളച്ചാട്ടം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ബാപ്പച്ചിയും അബിയും എന്തൊക്കെയോ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ നോളജ് സിറ്റീൻ്റെ ഒരു പാർട്ട് കണ്ടപ്പോൾ ആ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ബാപ്പ പറഞ്ഞ് നമുക്കെന്നാൽ പോയിട്ടൊന്ന് ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാം. അപ്പം ഞങ്ങൾ അങ്ങനെ നേരെ നോളജ് സിറ്റിയിലേക്കാണ് പോയത്. അപ്പോൾ ഇതാണ് കൺവെൻഷൻ സെൻറ്റർ. ബാപ്പച്ചി ഇതൊക്കെ ഇവിടെ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ വെച്ചിട്ടൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷെ ഞങ്ങൾ ഇതിനു മുൻപ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കൊറോണ സമയമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉള്ളിലേക്ക് കയറാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഹോസ്പിറ്റൽ ഫെസിലിറ്റി വരുന്നത്. ഈ പള്ളിയാണ് നമ്മൾ ചുരത്തിൽ നിന്ന് കാണുന്നത്. ചുരത്തിൽ അതിൻ്റെ വ്യൂ അടിപൊളിയാണ്. ഇതാണ് അലിഫ്. ഇവിടെയാണ് ഹിദുവിന് നമ്മൾ എൻട്രൻസിന് വേണ്ടി അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വന്നിട്ടുണ്ട്, എക്സിറ്റ് ആയിട്ടുണ്ട്. നമ്മളങ്ങനെ ഇറങ്ങി കളിക്കുകയും ചെയ്തിട്ടില്ല. പിന്നെ ഒരു ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോഴത്തേക്ക് നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഒരു ബ്ലോക്കിലാണ് ഉണ്ടായിരുന്നത്. നല്ല രീതിയിലൊരു ഉറക്കം പാസ്സാക്കിയെന്ന് തന്നെ പറയാം. പിന്നെ ഞാൻ നോക്കുമ്പോൾ അബിയും മക്കൾസൊക്കെ ഉറങ്ങുക തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ മാങ്കാവിൽ എത്തിയിട്ടുണ്ട്. ലുലുവിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത്.
നമ്മുടെ വീടിൻ്റെ അങ്ങോട്ടേക്ക് ഇപ്പം നമ്മൾ വണ്ടി മാറ്റിയതിന് ശേഷം പാപ്പാക്ക് കയറ്റാനൊരു പേടി പോലെ. അപ്പം നമ്മൾ അവിടെ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ടേക്ക് പോവുക ചെയ്യാറ്. അപ്പോൾ പണ്ട് മുതലേ ഞാനും ഇത്താതൊക്കെ ചെറുതായത് മുതലേ ഉള്ളൊരു സ്വഭാവമാണ് ഫസ്റ്റ് ആര് വീട്ടിലേക്ക് കയറും, ഫസ്റ്റ് ആര് മക്കളെ എടുക്കും എന്നൊക്കെ ഉള്ളത്. അതിപ്പോഴും അങ്ങനെ നിലനിന്ന് പോകുന്നുണ്ട്. അപ്പം ഇതും അതുകൊണ്ട് വേഗം കൈ കിട്ടി ലഗേജ് എടുത്ത് ഫസ്റ്റ് ഓടി. അതിൻ്റെ വേഗത്തിൽ തന്നെ ഇത്താത്തയും മക്കളൊക്കെ ഓടി. അപ്പോൾ ദാ ഞാനും പാപ്പയൊക്കെ ലാസ്റ്റാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇവരിങ്ങനെ പുറത്തുതന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ എത്തി എല്ലാവരുടെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്ത് ഉച്ചയായപ്പോൾ ഞങ്ങളിതാ ഫുഡ് വിളമ്പി ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും സ്റ്റാൻഡേർഡായി ബിഹേവ് ചെയ്യാൻ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതും പറഞ്ഞ് കുറേ ഞാൻ കളിയാക്കുകയൊക്കെ ചെയ്ത്. അവിടെ ഞങ്ങൾ മക്കൾക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പുറത്ത് മൂത്ത അപ്പമൊക്കെ ചൂടുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഉമ്മച്ചീൻ്റെ അടുത്തിൻ്റെ മോളെ പെറ്റിണിക്കലുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അപ്പമൊക്കെ മൂത്ത പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഇവർക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു ഇറിറ്റേഷൻ പോലെയൊക്കെ ആയിരുന്നു, കുറേ അഭിനയിക്കുന്നത് പോലെയൊക്കെ ആയിരുന്നു. പിന്നെ ഇങ്ങനെ വീഡിയോ ഞാൻ എന്തായാലും നിർത്തില്ല അതൊക്കെ തോന്നിയപ്പോൾ എല്ലാവരും അത് പൊരുത്തപ്പെട്ട്. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ സക്കിമൂത്തൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഞാനും ഇത്താത്തയും ചിന്നുവും റിനുവും റെജുവുമാണ് പോകുന്നത്. ഞങ്ങൾക്ക് അവിടെ പോയിട്ട് കുഞ്ഞോൾത്താനെയും ബേബീനെ ഒന്ന് കാണാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നാളത്തേക്ക് വേണ്ടിയിട്ട് ഗുലാബ് ജാമ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും ഉണ്ടായിരുന്നു. ഔട്ടിങ് എവിടേക്കാ? ഉമ്മച്ചിൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിലേക്ക്. ഞങ്ങൾ നടന്നു പോകാമെന്നും പറഞ്ഞ ലാസ്റ്റ് ഇത്താത്ത നിബുനെ കണ്ടപ്പോൾ ഇത്താത്ത വേഗം നിബുൻ്റെ കൂടെ കയറി. അപ്പം അതിന് ഞാനിങ്ങനെ കുറേ കളിയാക്കുകയൊക്കെ ചെയ്ത് വയസ്സായവർക്ക് നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്താത്ത പറഞ്ഞു എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാനത് അംഗീകരിച്ച് ഞാൻ നടക്കാനില്ല, ഞാൻ പോവാണ്. അങ്ങനത്തെ ഞങ്ങൾ പോകുന്ന വഴിക്ക് മഞ്ചാടി സിപ്പപ്പ് വാങ്ങാമെന്ന് കരുതി ഒരു കടയിൽ കയറി. പക്ഷേ അവിടെ മഞ്ചാടി സിപ്പപ്പ് ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേറൊന്നും വാങ്ങാൻ നിന്നില്ല. അപ്പം ഞാൻ ബേബിക്ക് വേണ്ടി ഒരു കുഞ്ഞ് ഫ്രെയിം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഹയനെ കൊണ്ട് ആ ഫ്രെയിം കുഞ്ഞോൾത്താക്ക് കൊടുപ്പിക്കുന്നതാണിത്. ബേബിനെ കണ്ടപ്പോൾ അബിക്കും ദുവക്കും ഹൈക്കൊക്കെ ബേബീനെ വേണം, ബേബീനെ തൊടണം, ഉമ്മ കൊടുക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ദുവക്കാണെങ്കിൽ ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദുവക്ക് തന്നെ മടിയാവുകയാണ്. ദുവ തൊട്ടപ്പോൾ ബേബി കരഞ്ഞപ്പോൾ ദുവ വിചാരിച്ച് ദുവ തൊട്ടിട്ടാന്ന്. അപ്പോൾ ദുവ ആകെ പേടിച്ചു പോയി. അപ്പോൾ ഇതാ അങ്ങനെ ഇത്താത്ത ഇതാ ദുവക്ക് ജെറി കാര്യങ്ങളൊക്കെ കൊടുത്ത് ദുവനെ ഒന്ന് സെറ്റാക്കി. ഞങ്ങൾക്ക് ഉണ്ടാക്കേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. വന്ന് നോക്കുമ്പോൾ എല്ലാവരും ഫോണും കൊണ്ട് ഓരോ സൈഡിൽ. അങ്ങനെ ഇതാ ഇത്താത്ത
നമ്മുടെ പൊടിയൊക്കെ കുഴിച്ച് പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഗുലാബ് ജാം ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് എടുക്കുന്നില്ല, കാരണം നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ വേണ്ടവർ ആ വീഡിയോ പോയിന്ന് കാണുക. അപ്പൊ അവിടെ കുഞ്ഞോട്ടനെ കാണാൻ വേണ്ടിട്ട് 2 ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഇതാ ബൂസ്റ്റും അതുപോലെ സ്നാക്സും അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഹസനമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 ഗ്ലാസ് ബൂസ്റ്റും പിന്നെ സ്നാക്സും കൊടുക്കാൻ വേണ്ടി 5 ആളാണ് ഉണ്ടായുള്ളത് ബൂസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ചിരിക്കുകയാണ്. ഇത്താത്ത എന്തോ പറഞ്ഞപ്പോൾ ഞാൻ 7 കൊല്ലമായി അടുക്കളയിൽ ഇങ്ങനെ പണിയെടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോഴത്തേക്ക് അവരിങ്ങനെ 7 കൊല്ലമായി എന്നിങ്ങനെ പറയുന്നുണ്ട്. ഞങ്ങൾ ഗുലാബ് ജാമുൻ ഇതാ റെഡിയാക്കിക്കൊണ്ട് നിൽക്കുന്നേ ഉണ്ടായിരുന്നുണ്ട്. അപ്പോഴാണ് ആൾ വന്നത്. അപ്പോൾ അത് നമുക്ക് ബാക്കിയാണ്. അപ്പോൾ ഇതാ അവരെ ബൂസ്റ്റൊക്കെ കൊടുത്ത് നമുക്ക് വീണ്ടും നമ്മുടെ പണിയിലേക്ക് പോവാം. അപ്പോൾ ഇതാ ബൂസ്റ്റ് എടുക്കുന്ന സമയത്ത് കുറച്ച് റിനുവിൻ്റെ വായിലേക്കും പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ സ്നാക്സ് ഇട്ട് കൊടുക്കുന്ന സമയത്തോ നല്ലതാണോ എന്ന് എല്ലാവരും നോക്കി എല്ലാവരും കഴിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ഗസ്റ്റിന് കിട്ടുന്നുണ്ടോ? അങ്ങനെ നമ്മുടെ ഗസ്റ്റൊക്കെ പോയതാ നമ്മൾ നമ്മുടെ പണിയിലേക്ക് കടന്നിട്ടുണ്ട്. ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ബോൾസാക്കി വെക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ അതിനിങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നമ്മളപ്പുറത്ത് തന്നെ ഷുഗർ സിറപ്പും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഞാനിവിടെ വീഡിയോ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പം നമ്മളിതാ ഷുഗർ സിറപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ റിനു പെപ്സിയും ഓറിയോ ബിസ്ക്കറ്റൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് എല്ലാവരും ഇങ്ങനെ കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിബു സാധനങ്ങളൊക്കെ വാങ്ങുന്ന തിരക്കായതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിബു ഇതാ ഫുഡ് കഴിക്കുകയാണ്. നിബുവിനോട് ചോറ് കഴിച്ചിട്ട് ഇനി ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങാമെന്നും പറഞ്ഞ് നിൽക്കുക. അപ്പോൾ അത് ഓരോ ബിസ്ക്കറ്റ് എടുത്തപ്പോൾ അത് ഫുള്ള് ഷുഗറാണ്, കലോറി ആണെന്നൊക്കെ പറഞ്ഞതാ എത്രത്തോളം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ നോക്കുക. ഷുഗർ സിറപ്പിൽ മധുരമുണ്ടോ എന്ന് നോക്കുന്ന റിനുവിൻ്റെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ ഗുലാബ് ജാമിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ ഇരുന്നിട്ടുണ്ട്. സെക്കിമൂത്തൊക്കെ പിന്നെ ആര് വന്നാലും അവരെ വയറ് ആദ്യം നിറയ്ക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ സെക്കിമൂത്ത വന്ന് വേഗം ഞങ്ങൾക്കുള്ള ചായയും കടികളൊക്കെ വെച്ച് ഞങ്ങൾ ചായ കുടിക്കുകയാണ്. ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബീൻ്റെ നുറുക്ക് ഞങ്ങൾ എടുക്കുന്നു പറഞ്ഞ അബി നുറുക്ക് വേഗം ഒരു കവറിലാക്കുകയാണിത്. അപ്പോൾ ആൻറ്റിയൊക്കെ കിട്ടുന്ന തമാശാക്കി ഇതാ കവറിലാക്കി കൊണ്ടുവന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് വീണ്ടും ഞങ്ങൾ ഉമ്മച്ചീൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.